സ്വർണ്ണവില ഇന്ന് താഴ്ന്നു. ഇന്നലെ 2 തവണയാണ് 800 രൂപയ്ക്ക് മുകളിൽ വർദ്ധിച്ചിരുന്നുവെങ്കിലും ഇന്ന് വില കുറഞ്ഞത് ആശ്വാസമാണ്. വിപണിയിൽ അസ്ഥിരത നീങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നിക്ഷേപ അന്തരീക്ഷം വരികയും ചെയ്തു. ലോക വ്യാപാര പോരുകൾ കുറയുകയാണ്. അമേരിക്ക സ്വീകരിക്കുന്ന പുതിയ നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ. ഡോളർ നിരക്ക് ഇന്നലെ അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് താഴ്ന്നു. ഡോളർ മുന്നേറിയാൽ സ്വർണ്ണവില താഴും. ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് 6 കറൻസികളുടെ മൂല്യം ഈ വേളയിൽ ഇടിയുന്നതാണ് സ്വർണ്ണവില താഴാൻ കാരണം. എന്നാൽ മാന്യഭീതി അകന്നതോടെ ക്രൂഡ് ഓയിൽ വില കൂടാനും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ രാവിലെ 70,000 രൂപയായിരുന്നു ഒരു പവന് നൽകേണ്ടിയിരുന്നത്. പിന്നീട് 120 രൂപ വർദ്ധിച്ചു. ഉച്ചയ്ക്ക് ശേഷം 720 രൂപ കൂടുകയും ചെയ്തു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 70,840 രൂപയായി. എന്നാൽ ഇന്ന് വില കുറയുകയാണ് ചെയ്തത്. 400 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണത്തിന് 70,440 രൂപയാണ് നൽകേണ്ടത്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത്. ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ ഈ സ്വർണത്തിന്റെ വില 76,000 രൂപയോളം വരും. എന്നാൽ ആഭരണം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് നല്ലത് 18 ക്യാരറ്റ് സ്വർണമാണ്. 1 ഗ്രാം സ്വർണത്തിന് 7,220 രൂപയാണ് വില. പവന് 57,760 രൂപയും. 22 ക്യാരറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 12,680 രൂപയുടെ കുറവുണ്ട്. പണിക്കൂലി കൂടി ചേരുമ്പോൾ ഇനിയും വില മാറ്റമുണ്ടാകും. ആഗോള വിപണിയിൽ സ്വർണ്ണവില 3,227 കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3,300 അടുത്ത ശേഷമാണ് താഴ്ന്നത്. ഡോളർ സൂചിക 100-ലെത്തി. 101-ലെത്തിയ ശേഷം ഇടിയുകയായിരുന്നു. രൂപയുടെ വിനിമയ നിരക്ക് 85.45 താഴ്ന്നു. എന്നാൽ ക്രൂഡ് ഓയിൽ വില ബ്രെന്റ് ക്രൂഡ് ബാരലിന് $66 ഉയർന്നിട്ടുണ്ട്. മാന്യഭീതി അകന്നതോടെ എണ്ണവില ഇനിയും ഉയർന്നേക്കും. ഇത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യത്തിന് തിരിച്ചടിയാണ്. സ്വർണം 3 തരത്തിലാണ് കേരളത്തിൽ പ്രധാനമായും വിൽപ്പന നടക്കുന്നത്. 24 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 18 ക്യാരറ്റുകളിൽ. നിക്ഷേപം മാത്രമായി സ്വർണത്തെ കാണുന്നവർക്ക് 24 ക്യാരറ്റാണ് നല്ലത്. വിൽക്കുമ്പോഴും മാർക്കറ്റ് വില കിട്ടും. ആഭരണമായി നിക്ഷേപമായി കാണുന്നവർക്ക് 22 ക്യാരറ്റാണ് നല്ലത്. അടിയന്തരമായ ആവശ്യം വരുമ്പോൾ പണയം വയ്ക്കാൻ സാധിക്കും. വിൽക്കുമ്പോൾ അല്പം നഷ്ടം നേരിടും. അതേസമയം ആഭരണമായി മാത്രം സ്വർണത്തെ കാണുന്നവർക്ക് 18 ക്യാരറ്റാണ് നല്ലത്. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. വിൽക്കുമ്പോഴും സമാനമായ മൂല്യമേ പ്രതീക്ഷിക്കാവൂ. സ്വർണ്ണവില വൻതോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ 14 ക്യാരറ്റ് സ്വർണത്തിനും കേരള വിപണിയിൽ ആളുണ്ട്. 18-14 ക്യാരറ്റുകളിലെ സ്വർണ്ണമാണ് പുതിയ തലമുറ ആവശ്യപ്പെടുന്നതെന്ന് ജ്വല്ലറി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പരിശുദ്ധിയിലെ ആഭരണങ്ങളിൽ ചെമ്പിന്റെ അളവ് കൂടുതലായിരിക്കും. അമേരിക്കയും ബ്രിട്ടനും വ്യാപാര കരാർ ഒപ്പുവെച്ചത്, അമേരിക്കയും ചൈനയും തമ്മിലുള്ള പുതിയ നികുതി ധാരണ, ട്രംപിന്റെ GCC സന്ദർശനത്തിനിടയിലെ പ്രഖ്യാപനങ്ങൾ, ഇന്ത്യ-പാകിസ്ഥാൻ തർക്കം അവസാനിച്ചത് എന്നിവയെല്ലാം വിപണിക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഓഹരി വിപണി കുതിക്കുമെന്നും സ്വർണ്ണവില കുറയുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. Subscribe to One India and never miss an update.